ഇപ്പൊ പോവാ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങോ കുണുക്കൻ. ഭയങ്കര ആറ്റിറ്റ്യൂഡ് കുണുക്കന്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിപ്പോൾ ഒരു വൈകുന്നേരമാണ്. മഴയൊക്കെ പെയ്ത് തോറുന്നൊരു വൈകുന്നേരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 10 മിനിറ്റ് ആയിട്ടുള്ള മഴ ഒന്ന് തോർന്ന് നിന്നിട്ട്, എന്തായാലും മഴ ഇപ്പോൾ പെയ്യുന്നില്ല. അന്നേരം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. അപ്പോഴും ഞാൻ ഇന്ന് ഇവരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മഴ തോർന്നിട്ട് ഒരു ദിവസം നല്ല രീതിയിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയം. കുണിക്ക് ഇങ്ങ് വന്നേ. ഇപ്പം പോവാ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങോ ഇവിടുന്ന് ഒരു മൈൻഡും ഇല്ല. ലാസി, ഇത് ലാസി, അത് കുണിക്കി. ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ കുണുക്കൻ. കുണുക്കൻ അവിടുന്ന് തിരക്കിട്ട് ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ ഇനി കുണുക്കനും കുണിക്കും ആരാന്നൊക്കെ പറയാം. ഇത് ലാസി, ഈ ബെൽറ്റ് ഇട്ടെൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നോണ്ട് ലാസി. ഈ ലാസിയുടെ 2 മക്കളാണ് കുണുക്കനും കുണിക്കും. അതിൻ്റെ അകത്ത് താണ്ട് ഇവിടെ നിന്ന് തകർത്ത് എന്തോ കഴിക്കുന്ന ഒരാൾ, ഇത് കുണുക്കി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ ഓടി വരും, ഞാൻ കാണിച്ചു തരാം. അതാണ് കുണുക്കൻ. അപ്പം ലാസിയുടെ 2 മക്കളാണ് കുണുക്കനും കുണിക്കും. ഇത് നമ്മുടെ ആശിക്കുട്ടൻ. ആശിക്കുട്ടനെ പിന്നെ ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ അറിയാമല്ലോ. ഇതാണ് കുണുക്കൻ. ഇതെങ്ങോട്ട് കയറി പോവാ കുണുക്കൻ? ഭയങ്കര ആറ്റിറ്റ്യൂഡ് കുണുക്കന്. അടുത്ത ആളെന്ത് കുണിക്ക്? നമുക്കിവിടെ ഇവർ മാത്രമല്ല കേട്ടോ ഉള്ളത്. അതുകൊണ്ട് ആ കൂട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ കിടന്ന് കുരയ്ക്കുന്നത് ഏതോ കിളിയെ കണ്ടിട്ടാണ്. അപ്പോൾ അവനും ഉണ്ട്. മൊത്തത്തിൽ 4 പേരാണ് കേട്ടോ. ഇവരെ 4 പേരെ കൂടി ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്താം. പക്ഷെ വേറെ കാര്യമുണ്ട്, 4 പേരും കൂടി ഒരുമിച്ച് അയച്ചു വിടാൻ പറ്റത്തില്ല. ഇവിടെ നിൽക്കുന്ന ഇതാണ് നമ്മുടെ ബില്ല. ബില്ലയ്ക്കാണെങ്കിൽ കുണിക്കന് ഇഷ്ടമല്ല, കുണിക്കന് നേരെ തിരിച്ചു. അവർ രണ്ടുപേരും തമ്മിൽ കണ്ട വഴക്കാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് അങ്ങോട്ട് അയച്ചു വിടാൻ പറ്റത്തില്ല. ലാസ്റ്റെടുത്തും കുണിക്കെടുത്തും ബില്ല ഭയങ്കര കൂട്ടാണ്. പക്ഷെ എന്തോ കുണുക്കൻ്റെ അടുത്ത് അങ്ങ് ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ 4 പേരെയും ഒരുമിച്ച് അങ്ങനെ ഇതേവരെ ഇവിടെ അഴിച്ചു വിട്ടിട്ടില്ല. അഴിച്ചു വിട്ടപ്പോഴത്തേക്കൊക്കെയും പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4 പേരും ഒരുമിച്ച് ഇറങ്ങാറില്ല. ബില്ലെ നമ്മൾ രാത്രിയാണ് അഴിച്ചു വിടാറുള്ളത്. പിന്നെ അതാ ഈ കാണുന്ന ഈ ഗേറ്റിൽ കൂടെയാണ് ഇവർക്ക് സ്ഥിരം ഇറങ്ങിപ്പോക്ക്. ഇപ്പോൾ ഈ ചാടി കയറുന്ന എന്താണെന്ന് വെച്ചാൽ പുറത്ത് എന്തോ ഇങ്ങനെ ബഹളം കേട്ടപ്പോഴത്തേക്ക് എണീറ്റ് നോക്കുക കേട്ടോ, ആരാതെന്നും പറഞ്ഞിട്ട്. മതിലങ്ങനെ ചാടാറില്ല. ഗേറ്റ് തുറന്ന് നടക്കുവാണെങ്കിൽ ഒരു വാക്കുണ്ടെങ്കിൽ അവരങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. അതൊക്കെയായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഗേറ്റ് തുറന്നിടാൻ പറ്റത്തില്ല. പക്ഷേ അമ്മയെ പേടിയാട്ടോ. അമ്മ നിൽക്കുകയാണെങ്കിൽ ഇറങ്ങത്തില്ല. ഞാനാണ് ഇറങ്ങുന്നതെങ്കിൽ എൻ്റെ പുറക്കിനങ്ങ് ഇറങ്ങിപ്പോവും. ഇവിടെ കുണുക്കരിങ്ങനെ നോക്കണം വല്ല വാക്കുകൊണ്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അവരെ കൂട്ടിലേക്ക് കയറ്റുവാണ്. അതിനെന്തായാലും മഴയൊന്നും പെയ്തില്ല കേട്ടോ. മഴ പെയ്യാത്തതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവർക്ക് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റി. അവരെ നേരെ കൂട്ടിലേക്ക്. ഇനി അവർ കൂട്ടി കയറി കഴിഞ്ഞു. ഇനി രാവിലെ ആയിരിക്കും ഇവരെ അഴിച്ചു വിടാറുള്ളത്. ഇനി അടുത്ത ആൾ ബില്ലയാണ്. പക്ഷെ നമ്മൾ ബില്ലിനെ ഇപ്പോഴേ അഴിച്ചു വിടാറില്ല. കാരണം ബില്ല നൈറ്റ് മൊത്തം വെളിയിലാണ്. അതുകൊണ്ട് തന്നെ അവനൊരു 7 മണിക്കാകുമ്പോഴത്തേക്ക് അഴിച്ചു വിടത്തോളും. പിന്നെ ബില്ല് അഴിച്ചു വിടാൻ നേരം കാണാം കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പോയി ഇപ്പോൾ ബില്ല് അഴിച്ചു വിടുകയാണ്. അപ്പോൾ അഴിച്ചു വിട്ട് ഓടി വരുന്ന ബില്ലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് അഴിഞ്ഞു വന്നാൽ നേരെ ഇവിടെ അങ്ങ് നിൽക്കത്തില്ല കേട്ടോ. കുതിച്ച് പാഞ്ഞ് ആദ്യം തന്നെ അവൻ്റെ ഫുഡ് ഇരിക്കുന്നിടത്തോട്ടാണ് ഓടിപ്പോണത്. നമ്മൾ നേരത്തെ ലാസ്റ്റിക്കൊക്കെ ഫുഡ് വെച്ചെടുത്ത് തന്നെ കേട്ടോ ഇവന് ഫുഡ് വെച്ചേക്കുന്നത്. മഴ പെയ്യുവാണെങ്കിൽ മാത്രമേ നമ്മൾ ചായപ്പിന്നെ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാറുള്ളൂ. അങ്ങനെ അവൻ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇനി ഇപ്പോൾ ഈ ഇരുട്ടത്തൊന്നും അവനെ കാണാൻ പറ്റില്ല. അവൻ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരത്തുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ അകത്തേക്ക് കയറി. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബുക്ക് ഇതുപോലെ കവർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോഴും വിചാരിക്കും ഇതെന്താ എൻ്റെ ബുക്സ് ആണോ എന്ന്. ഒരിക്കലും അല്ല, ഇത് ആരുടെ ബുക്കാണെന്നൊക്കെ ഉള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാമേ. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് പൊതിയിടാന്ന്. ശരിക്കും പറയാമല്ലോ, ഇത് പൊതിയിടാൻ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റ് പിടിച്ചു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയോ ഞാനിത് ചെയ്യുന്നത്. കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് അവസാനമായിട്ട് ഇതേ കണക്ക് ബുക്കിനൊക്കെ പൊതിയിട്ട് ക്ലാസ്സിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരു കാലം. എത്ര പെട്ടെന്നല്ലേ പോയത്. അങ്ങനെ സ്കൂൾ തുറക്കാൻ നേരം ഇതേപോലെ രാത്രി ആകുമ്പോഴത്തേക്ക് ഞാനും ആരോമലും അമ്മയും അച്ഛനൊക്കെ ഇരുന്ന് മുമ്പ് ഇതുപോലെ ബുക്കിന് പൊതി ഇടുന്നൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. കുറച്ച് ബുക്സൊക്കെ ഉച്ചയ്ക്ക് ഞാൻ പൊതിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ ഇപ്പോൾ വിചാരിക്കില്ല. ഞാൻ ആളെ കാണിച്ചു തരാം. അങ്ങനെ ഇതിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ബുക്സ് ഒന്നും കിട്ടിയിട്ടില്ല. ബുക്സ് കിട്ടിയിട്ടില്ല, നല്ല ബുക്സ് മേടിച്ചിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് അവർക്ക് നേരത്തെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് ആദ്യമേ പൊതിയിട്ട് മാറ്റിയത് തന്നെ.
ഓക്കെ, അങ്ങനെ ബുക്കെല്ലാം പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബുക്ക് ആരുടെ എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബുക്ക് പൊതിഞ്ഞെല്ലാം കഴിഞ്ഞ് ഇനി ചെറുതായിട്ട് ഇവിടുന്ന് ക്ലീൻ ചെയ്യണം. ഇടയ്ക്കൊന്ന് സ്റ്റാപ്ലർ വീഴാനൊക്കെ കുറച്ച് പാടായിരുന്നു. പിന്നെ സ്റ്റാപ്ലർ ഇളക്കി പണിഞ്ഞിട്ടൊക്കെയാണ് സ്റ്റാപ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ്ടേ നമ്മുടെ ആശിക്കുട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്കൊക്കെ പൊതിഞ്ഞത്. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആളവിടെ ഇരുന്നു, പിന്നെ അങ്ങ് കിടന്നു, പിന്നെ അങ്ങ് എണീറ്റ് അങ്ങ് നിന്ന് കേട്ടോ. പിന്നെ പൊതിയിട്ട ബുക്കെല്ലാം കൂടി അവൻ്റെ കൈ കൊടുത്തു. രണ്ട് കൈ നീട്ട്. ആ പറഞ്ഞ താങ്ക് യു എന്തോ ഒരു വശപ്പശക്കില്ലേ, എന്തോ പറഞ്ഞു പറയിപ്പിച്ച പോലെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയാണ്. നെക്സ്റ്റ് നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.